നടപടിയെടുക്കാത്തത്? ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഈ വിഷയത്തില് നിങ്ങൾ നോക്കുക, ആദ്യം എന്റെ തലയിലടിക്കുന്നു, അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു. അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തവണയും ഡയറക്ഷൻ എന്നെ നോക്കിയാ ലാത്തി വീശാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള് പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അടുത്ത് നിങ്ങൾ ഗ്രനേഡിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ നോക്കുക, DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി. ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കയ്യിൽ ഗ്രനേഡ്, ഒരു കയ്യിൽ ലാത്തി. ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക. ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ DYSP എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത്? DYSP ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഗ്രനേഡിന് ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിലൂടെ പിന്ന് ലൂസായി താഴെ വീണ് ഊരിപ്പൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. എന്റെ കൈ അടിപോലെ ഞങ്ങളാരും ഇത് ഒരു മാസം ഒരു MP-ക്ക് പോലും ഈ പറമ്പിലാണ് ആരാണത്? തോന്നസ് കളിക്കതാ ഞങ്ങളൊക്കെ നോക്കി ആരൊക്കെ നമ്മുടെ വീട്ടിൽ അറിയില്ല.